പ്രിയപ്പെട്ടവരെ, കുരിശിൻ്റെ തണലിൽ എന്ന വചനപ്രഘോഷണ പരമ്പരയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കാം, എങ്ങനെ നല്ലൊരു സന്തോഷത്തോടെ ആത്മസംതൃപ്തിയോടുകൂടെ ജീവിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമേരിക്കയിലെ ചില പള്ളികളിൽ ഞാൻ നേരിട്ട് കണ്ടറിഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോഴും അതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പം എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാ ശനിയാഴ്ചകളിലും മിക്ക പള്ളികളിലും വിശുദ്ധ കുർബാനയുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്. അത് ഭയങ്കര സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം മിക്ക പള്ളികളിലും ഏകദേശം ശനിയാഴ്ച 2 മണി അല്ലെങ്കിൽ 3 മണി ആവുമ്പോൾ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വയ്ക്കും. അങ്ങനെ വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് ഒരുപക്ഷെ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ ഉണ്ടാവും. ഇനി അതുമില്ലെങ്കിൽ അവർ ഇൻഡിവിജ്വലായിട്ടും വന്ന് കുറേ സമയം വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുമ്പസാരക്കൂട്ടിൽ 1-2 വൈദികരുണ്ടാവും. അവർ കുമ്പസാരക്കൂട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഏകദേശം അരമണിക്കൂറെങ്കിലും ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വളരെ നിശബ്ദമായിട്ട് കുമ്പസാരക്കൂടുകളിലേക്ക് പോകുന്നു. അവിടെ നിന്ന് കുമ്പസാരം എല്ലാം കഴിഞ്ഞ് വീണ്ടും ദിവ്യകാരുണ്യ സന്നിധിയിൽ വന്നിരിക്കും. പിന്നെ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ വ്യത്യാസങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. പല ചിരിക്കാനായിട്ട് സാധിക്കാത്ത വ്യക്തികളുണ്ട്. നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടെങ്കിലല്ലേ നമുക്കൊന്ന് ചിരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഉള്ള വ്യക്തികളെയൊക്കെ നമ്മൾ വീക്ഷിക്കുമ്പം കാണാൻ പറ്റുക തമ്പുരാൻ്റെ മുമ്പിൽ ഒരു കൊച്ചു കുട്ടിയെപ്പോലെ ആയിരുന്നുകൊണ്ട്, വളരെ പ്രസന്ന മനോഭാവത്തോടു കൂടെ ആയിരുന്നുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ അവരിയ്ക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ചിലരൊക്കെ വിശുദ്ധ കുർബാനയും കൂടി അവസാനം ഒരു 5-5:30 ആകുമ്പോഴത്തേക്കും വീടുകളിലേക്ക് പോകുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ വളരെയധികം സന്തോഷിപ്പിച്ച, അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഇതുപോലെയൊക്കെ ആൾക്കാർ ഇങ്ങനെയും ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്തപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇവരുടെ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർ ഓടിച്ചെന്ന് അങ്ങ് കുമ്പസാരിച്ചില്ല. ദിവ്യകാരുണ്യ സന്നദ്ധയിലായിരുന്ന് അവിടെ നിന്ന് ജീവിതത്തെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ച മുമ്പോട്ട് പോയത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാലോ എങ്ങനെയാ നല്ല കുമ്പസാരത്തിന് ഒരുങ്ങേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ. 2-ാം ക്ലാസ്സിലോ 3-ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 5-ാം ക്ലാസ്സിലോ ഒക്കെ വേദപാഠം പഠിപ്പിക്കുമ്പോൾ അധ്യാപകരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്, അല്ലെങ്കിൽ ആദ്യ കുർബാന സ്വീകരണത്തിന് മുൻപ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്, പല കാര്യങ്ങളും മറന്നു, അങ്ങനെയൊക്കെ പോകുന്ന ഒരു പ്രതീതി ഉണ്ടാവാം. ധ്യാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ചില കാര്യങ്ങളൊക്കെ എടുക്കുമായിരിക്കാം. പക്ഷേ ഈ ഒരു ടോക്കിലൂടെ എങ്ങനെയാണ് ആധികാരികമായി അല്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കുക, സർവോപരി കുമ്പസാരിച്ച് കഴിയുമ്പം ഒരു സന്തോഷം മനസ്സിനുണ്ടാകാനായിട്ട്, ആ സന്തോഷത്തെ ജീവിക്കുവാനായിട്ട് സാധിക്കുക എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുക. പലപ്പോഴും സംഭവിക്കുക എന്ന് പറയുന്നത്, ഓടിപ്പോയി ഒന്ന് കുമ്പസാരിച്ചു, പക്ഷേ വീണ്ടും വീണ്ടും ആ പഴയ പാപങ്ങളൊക്കെ, പഴയ ജീവിത സാഹചര്യങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരവസ്ഥ. പ്രിയപ്പെട്ടവരെ, കുമ്പസാരിക്കാനുള്ളൊരു മനസ്സുണ്ടല്ലോ, അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. എന്നാൽ നമുക്ക് ആത്മീയ നിർവൃതി എങ്ങനെ ഉണ്ടാകാം? നമ്മൾ തൊടുന്നതെല്ലാം പൊന്നായിട്ട് മാറണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ ടോക്കിൽ ഞാൻ തിരുസഭയുടെ കൽപ്പനകളെക്കുറിച്ചോ അല്ലെങ്കിൽ 10 പ്രമാണങ്ങളെക്കുറിച്ചോ ഒന്നും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് ധ്യാനാത്മകമാക്കുന്നത് ഈ ദിവസങ്ങളിൽ നല്ലതുമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കാം. ആദ്യമായി നമുക്ക് മനസ്സൊന്ന് ശാന്തമാക്കിയിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലൊന്ന് ഇരിക്കുവാനായിട്ട് സാധിക്കണം. ഞാൻ പറഞ്ഞല്ലോ ഈ അമേരിക്കയിലെ ചില പള്ളികളിൽ കണ്ടുവന്ന ആ സവിശേഷതയെക്കുറിച്ച്. തമ്പുരാൻ്റെ മുമ്പിലൊന്ന് മനസ്സ് ശാന്തമാക്കി ഇരിക്കുവാനായിട്ട് സാധിക്കണം. ഇനി ദൈവത്തിങ്കിലേക്കൊന്ന് തിരിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ആ നന്മകളും അനുഗ്രഹങ്ങളൊക്കെ ഒന്ന് പതുക്കെ ഓർത്തെടുത്തേ. നമ്മൾ സഹായിച്ച വ്യക്തികൾ, അല്ലെങ്കിൽ ദൈവം നമ്മളെ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷിച്ച നിമിഷങ്ങൾ, നമ്മൾ വലിയ വേദനയിലൂടെ ദുഃഖത്തിലൂടെ പോയ സമയത്ത് നമ്മളെ ആശ്വാസ വാക്കുകൾ കൊണ്ട്
നമ്മളെ കൈപിടിച്ചു നടത്തിയവർ ഒത്തിരി പേരുണ്ട്. അങ്ങനെ നമ്മുടെ ആരോഗ്യം എല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് നന്ദി പറയാം. ഇനി രണ്ടാമത്തെ പാർട്ടിലാണ് നമ്മുടെ കുറവുകളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ 10 കൽപ്പനകളും തിരുസഭയുടെ കൽപ്പനകളും എല്ലാം നമ്മൾ ചിന്താ വിഷയമാക്കി മാറ്റേണ്ടത്. നമുക്ക് ചില സമയത്ത് ചില വ്യക്തികൾ അവർ പറയാറുണ്ട്, അച്ചോ ഈ ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പം കുറ്റബോധം വന്നുകൊണ്ടിരിക്കുകയാണ്, ഗിൽറ്റ് ഫീലിംഗ്. പ്രിയപ്പെട്ടവരെ, ആ ഗിൽറ്റ് ഫീലിംഗ് ഒന്ന് ഒഴിവാകട്ടെ. കാരണം എന്താ, നമ്മൾ നല്ലത് മാത്രം ചിന്തിച്ചാൽ മതി. ആ നല്ലതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോഴാണ് ജീവിതം മനോഹരമായിട്ട് തീരുക. ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് പോലെ 10 പ്രമാണങ്ങളും തിരുസഭയുടെ കൽപ്പനകളും ഒക്കെ നിങ്ങൾക്കറിയാം, അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്നാൽ ചിലത് നമ്മൾ മറന്നുപോയി, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആഴമായിട്ട് ധ്യാനിക്കാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുക. പരിശുദ്ധാരൂപിക്കെതിരായ 6 പാപങ്ങളെക്കുറിച്ച് നമുക്കറിയാം. നമുക്ക് ഓരോന്നിനെക്കുറിച്ചും ഒന്ന് ചിന്തിക്കാം. ഈ സമയം തന്നെ, എൻ്റെ ടോക്ക് കേൾക്കുന്ന സമയം തന്നെ നിങ്ങൾക്കൊന്ന് മാനസികമായിട്ടൊന്ന് ഒരുങ്ങാം. പിന്നീട് നിങ്ങൾക്ക് നല്ലൊരു കുമ്പസാരം നടത്തുവാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാരൂപിക്കെതിരായ 1ാമത്തെ പാപം എന്ന് പറയുന്നത് മോക്ഷം കിട്ടുകയില്ല എന്ന ചിന്തയാണ്. മോക്ഷം കിട്ടുകയില്ല എന്ന ചിന്ത. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നിരാശയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ധാരാളമാണ്. അവർക്ക് അവരെ തന്നെ നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല. ഇനി ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്തു, എൻ്റെ ദൈവം എൻ്റെ പാപങ്ങൾ മോചിക്കില്ല, അത്രമാത്രം ഞാൻ പാപം ചെയ്തു പോയി, അങ്ങനെ ചിന്തിച്ച് നിരാശയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം മൂലം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ജീവിതം ദുസ്സഹമാക്കി തീർത്തു, ഒരുപക്ഷെ അവർ മരണപ്പെട്ടു പോലും പോയിട്ടുണ്ടാവാം. ഇനിയും എങ്ങനെയാ ആ നഷ്ടപ്പെട്ടു പോയ സന്തോഷമൊക്കെ അവർക്ക് കൊടുക്കുക? അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ഇനി ഒരു ഗതിയില്ല, അങ്ങനെ മോക്ഷം കിട്ടുകയില്ല എന്ന് പറയുന്ന ജീവിക്കുന്ന വ്യക്തികളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ചിന്തയൊന്ന് മാറ്റണം. കാരണം എന്താ, നമ്മുടെ ദൈവം കാരുണ്യവാനാണ്. നമ്മൾ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ച് വന്നു കഴിഞ്ഞാൽ അതുപോലെ 9 സ്റ്റെപ്പ് വെച്ച് നമ്മുടെ അടുത്തിലേക്ക് വന്ന് നമ്മെ സ്വീകരിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആയതിനാൽ ആ ചിന്തകളൊക്കെ ഒന്ന് മാറ്റിവെക്കാം. ദൈവത്തിങ്കിലേക്ക് സ്നേഹത്തോടെ തിരിച്ചു വരാം, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് സൽപ്രവൃത്തികൾ കൂടാതെ മോക്ഷം കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. അതായത് ജീവിതം ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്, പിന്നെ എന്ത് തെറ്റ് ചെയ്താലും ദൈവം ക്ഷമിക്കും. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കുമ്പസാരിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഈ കുമ്പസാരം എന്ന് പറയുന്ന കൂദാശയുണ്ട്. ദൈവം എൻ്റെ പാപങ്ങൾ ക്ഷമിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ പോകുന്ന പോലെയൊക്കെ അങ്ങ് പോയാൽ മതി, ഒരു നന്മ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ പറഞ്ഞ് സ്വന്തം മനസ്സിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുന്ന അവസ്ഥ, അത് നമ്മൾ മാറ്റിവെക്കുവാനായിട്ട് തയ്യാറാകണം. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു കാര്യം സത്യമാണെന്നറിഞ്ഞിട്ട് അതിനെ നിഷേധിക്കുക. ചിലർ പറയാറുണ്ട്, അച്ചോ എല്ലാവരും കാണുന്നു, ഞാനും കാണുന്നു. പിന്നെ ചില വീഡിയോ, അശ്ലീല ചിത്രങ്ങൾ, അതിൻ്റെ വ്യൂവേഴ്സൊക്കെ നോക്കുമ്പം ലക്ഷക്കണക്കിനാണ്. അപ്പോൾ ഇത്രയും പേരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ ഇത്രയും പേര് ചെയ്യുന്നത് റൈറ്റ് അല്ലെങ്കിൽ പിന്നെ അവർ ചെയ്യുമോ അച്ചോ, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മനോഭാവമാണ് നമ്മൾ മാറ്റേണ്ടത്. റൈറ്റും റോങ്ങും, തെറ്റും ശരിയും നമ്മുടെ ഇംഗിതമനുസരിച്ച് രൂപപ്പെടുത്തി വരേണ്ടതല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ മാനസികമായ അവസ്ഥയിൽ നിന്ന് മാറണം. ഇങ്ങനെ ചിന്തിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത് ആ പാപങ്ങളുടെ അടിമത്തം നൽകുന്ന നൈമിഷിക സുഖങ്ങളാണ്. അവയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തെ ഒന്ന് വീണ്ടെടുക്കുവാനായിട്ട് ശ്രമിക്കണം. 4ാമത്തേത് അന്യരുടെ നന്മയിലുള്ള ആ ഒരു അസൂയയാണ്. നമുക്ക് ദൈവം കഴിവ് തന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ കഴിവ് ഒന്നും ഓർക്കാതെ എപ്പോഴും അവൻ അതുണ്ട്, അവൾക്കിതുണ്ട്, അങ്ങനെ കമ്പയർ ചെയ്ത് ജീവിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സന്തോഷം അനുഭവിക്കാനായിട്ട് പറ്റില്ല പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ ദൈവം തന്നതുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കണം. ഇനി പരിശുദ്ധാരൂപിക്കെതിരായിട്ടുള്ള 5ാമത്തെ പാപം എന്ന് പറയുന്നത് പാപം ചെയ്തിട്ട് അനുദപിക്കാതെ അതിൽ തന്നെ ജീവിക്കുന്നത്. ഇവിടെ ഒരു ചിന്ത എന്ന് പറയുന്നത്, എൻ്റെ ജീവിതം ഇനിയും മുമ്പോട്ടുണ്ട്, ഒരു 70, 75, 78, 80 ഒക്കെ ആകുമ്പോൾ കുമ്പസാരിക്കാം, അതുവരേക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ, പിന്നെ ഞാൻ കുമ്പസാരിച്ച് കഴിഞ്ഞാൽ ഇതേ പാവമാണല്ലോ നാളെ ചെയ്യാൻ പോകുന്നത്, പിന്നെ എന്തിനാ ഞാൻ വെറുതെ കുമ്പസാരിക്കാനും പോകുന്നത്, വൈദികരെയും ബുദ്ധിമുട്ടിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചിന്തയാണ് നമ്മൾ മാറ്റേണ്ടത്. ഇത് പരിശുദ്ധാരൂപിക്കെതിരായ ഒരു പാവമാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 5ാമത്തെ അധ്യായത്തിലെ 7ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്:
കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ നാളെ എന്ന് നീട്ടിവെക്കരുത് എന്ന്. പ്രിയപ്പെട്ടവരെ, വചനം പോലും പറയാണ് നമ്മുടെ ജീവിതം ഹ്രസ്വമാണ്, എത്ര നീളുമെന്ന് നമുക്കറിയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ നല്ലൊരു വിശുദ്ധിയിലേക്ക്, പ്രത്യേകിച്ച് ഈ പെസഹാ തിരുനാളിന് ഒരുങ്ങുന്ന ദിവസങ്ങളിൽ നമ്മൾ നല്ലൊരു അനുതാപത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കട്ടെ. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, അന്ത്യസമയത്ത് പോലും അനുദപിക്കാതെ പാപത്തിൽ തന്നെ മരിക്കുന്നവർ. നമുക്കറിയാലോ, നമ്മൾ വായിച്ചിട്ടുണ്ടാവാം, ഈ തൂക്കിക്കൊല്ലാനായിട്ട് ചിലരെയൊക്കെ കൊണ്ടുപോകുമ്പോൾ 2-3 പേരും ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ചില കുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് തൂക്കിലേറ്റുവാനായിട്ട് കൊണ്ടുപോകുക. അവരിൽ പല ആൾക്കാരും അവർ ചെയ്ത് തെറ്റാണെന്നൊന്നും സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് ഈ ചെയ്തതിനെക്കുറിച്ചൊക്കെ ഒരു കുറ്റബോധം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊന്നും ആവുന്നില്ല, വളരെ കൂളായിട്ട് അങ്ങനെ അനുദപിക്കാതെ പോകുന്ന വ്യക്തികൾ. പ്രിയപ്പെട്ടവരെ, ഇത് പരിശുദ്ധാരൂപിക്കെതിരായ ഒരു പാവമാണ്. ആയതിനാൽ നമ്മൾ ഈ 6 കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് അവലോകനം ചെയ്യുവാനായിട്ട് സമയമെടുത്ത് അവലോകനം ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ആ പാപത്തിൻ്റെ ബന്ധന മേഖലകളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും. കാരണം എന്താ? ദൈവമേ, അറിയാതെ പറ്റുന്ന തെറ്റുകളിൽ നിന്നും വീഴ്ചകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. ഇനി ഇതൊക്കെ നമ്മൾ അറിയാതെ പോയിട്ടുണ്ടോ ചിലപ്പോൾ ജീവിതത്തിൽ? ഈ ഒരു 6 കാര്യങ്ങളിൽ, പരിശുദ്ധാരൂപിക്കെതിരായ ഈ പാപങ്ങൾ, ഈ 6 കാര്യങ്ങളിലൂടെ നമ്മൾ പോയി ജീവിതത്തെക്കുറിച്ചൊന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പം നമുക്ക് നമ്മളെ കൂടുതൽ കണ്ടെത്തുവാനായിട്ട്, കൂടുതൽ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഗിൽറ്റ് ഫീലിങ്ങിലേക്ക് പോയി സ്റ്റക്കാകരുത്. മറിച്ച് ദൈവം കാരുണ്യവാനാണ്, അങ്ങനെ വിചാരിച്ച് തിരിച്ചു വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഊർജവും എനർജിയുമാണ് ദൈവം നൽകുക. അതോടൊപ്പം തന്നെ മൂലപാപങ്ങൾ നമുക്കറിയാം. മൂലപാപങ്ങൾ 7 അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുന്നത്, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് അവലോകനം ചെയ്യുന്നത് നല്ലതാണ്. ഒന്നാമത്തേത് നിഗളമാണ്, അതായത് അഹങ്കാരം. ഐ ആം സംതിങ്, എന്നിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ലാത്ത ചിന്ത. ഞാൻ അധ്വാനിച്ചു, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി, അതുകൊണ്ട് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നു. ആരെന്തു പറഞ്ഞാലും സ്വീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് എല്ലാം തന്നത്. ആ എളിമയുടെ ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് വരാനായിട്ട് പറ്റണം. കാരണം എന്താ? എനിക്ക് കഴിവൊക്കെ ഉണ്ട്, എന്നെ സൃഷ്ടിച്ചത് എൻ്റെ ഈശോയാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചു, അതുകൊണ്ട് എനിക്ക് ഇത്രമാത്രം സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് സാധിച്ചു. നമ്മുടെ വലുപ്പം എന്ന് പറയുന്നത് ഗർവോടുകൂടി ഇരിക്കുക എന്നുള്ളതല്ല, മറിച്ച് അത് ദൈവത്തിൻ്റെ കൃപ, ദൈവം തന്നു, അതുകൊണ്ട് എനിക്ക് യത്നിക്കാനായിട്ട് പറ്റി. അതാണ്, ആ ഒരു മനസ്സുണ്ടാവട്ടെ. രണ്ടാമത്തേത് ദിവ്യാഗ്രഹമാണ്. ചില വ്യക്തികളൊക്കെ പറയാറുണ്ട്, അച്ചോ 4-5 തലമുറയ്ക്ക് ജീവിക്കാനുള്ള സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരെ അഭിനന്ദിക്കുകയാണ്. കാരണം കഠിനാധ്വാനം ചെയ്താണ് അവർ ഇത്രമാത്രം ഉണ്ടാക്കിയത്. എന്നാൽ ഈ ജീവിതത്തിൻ്റെ മിക്ക സമയത്തും ചിലപ്പോൾ ഉറക്കം പോലും നഷ്ടപ്പെട്ടിട്ട്, അങ്ങനെ പറയാൻ കാരണം എന്താ? സ്ട്രെസ് ഉണ്ടാവും ഒരുപാട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുമ്പോൾ. അങ്ങനെ സ്വയം ജീവിക്കാതെ അങ്ങനെ ഒരു ലഹരിയാണിത്. അങ്ങനെ ഫോക്കസ് ചെയ്ത് ജോലിയൊക്കെ ചെയ്ത് വിശ്രമം കൊടുക്കാതെ ജീവിക്കുന്ന വ്യക്തികളുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് വേണ്ട. നമ്മൾ ആവശ്യത്തിന് റെസ്റ്റൊക്കെ എടുത്ത് നമ്മുടെ കഴിവ് കൊണ്ട്, ദൈവം തരുന്ന കഴിവൊക്കെ മതി, ദൈവം തരുന്ന കഴിവ് ഉപയോഗിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യണം. പിന്നെ ചുറ്റുമുള്ളവരോട് ആ വേദനയൊക്കെ ഒന്ന് കണ്ട് നമ്മുടെ സാമ്പത്തികമൊക്കെ അനുസരിച്ച് ഒരു ഔദാര്യം കാണിക്കാനായിട്ട് ആ ഒരു മനോഭാവത്തിലേക്കൂടെ നമ്മൾ വരുമ്പോഴാണ് ജീവിതം സന്തോഷമാവുക. നമുക്കിതിനെക്കുറിച്ചൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കണം, പ്രാർത്ഥിക്കണം. മൂന്നാമത്തേത് മോഹമാണ്. നമുക്ക് നമ്മുടെ മനസ്സിനെ തന്നെ നിയന്ത്രിക്കാനായിട്ട് സാധിച്ചാൽ അത് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം നമുക്ക് ഏറ്റെടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ചിലത് വേണ്ട എന്ന് ചിന്തിച്ചാലും, ചിലത് ഇത്രയൊക്കെയുള്ളൂ, ഇത്രയൊക്കെ നൈമിഷിക സുഖം ഇതൊക്കെ തരുള്ളൂ എന്നറിഞ്ഞാലും വീണ്ടും വീണ്ടും ഇങ്ങനെ മോഹിച്ച് ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ആ തഴക്ക് ദോഷങ്ങൾ കണ്ടെത്താനായിട്ട്, അനുദപിക്കാനായിട്ട് നാം തയ്യാറാകണം. നാലാമത്തേത് കോപമാണ്. നമുക്ക് ദേഷ്യപ്പെടാനായിട്ട് പല കാരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രത്യേകിച്ച് വലിയ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ ചിലരൊക്കെ സുഹൃതങ്ങൾ അഭ്യസിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയാ നമുക്ക് നമ്മുടെ കോപത്തെ നിയന്ത്രിക്കാനായിട്ട് പറ്റുക? പ്രിയപ്പെട്ടവരെ, എനിക്കെൻ്റെ ദേഷ്യത്തെ നിയന്ത്രിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമല്ല. അതിന് മെൻ്റലി പ്രിപ്പയർഡ് ആകണം.
ചെല്ല് പറയാറുണ്ട്, അച്ചോ എനിക്ക് എന്ത് കണ്ടാലും പെട്ടെന്ന് ഇറിറ്റേഷൻസ് തോന്നും, പെട്ടെന്ന് ദേഷ്യപ്പെടാൻ തോന്നും. അപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ ആ സാഹചര്യങ്ങളെ നമ്മളൊന്ന് കണ്ട് അതിനെ നമ്മളിങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമുണ്ടോ, കോപിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ച് അങ്ങനെ മുമ്പോട്ട് പോകണം. ചിലർ പറയും, അച്ചു ഞാൻ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ ഞാൻ എൻ്റെ അടുക്കലേക്ക് വരാനായിട്ട് ആരെയും അനുവദിക്കില്ല. ഞാൻ പറയും കുറച്ച് കഴിഞ്ഞൊന്ന് വാ, അങ്ങനെ പറയും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ കോപത്തെ നമുക്കൊന്ന് നിയന്ത്രിക്കാൻ, ഒന്ന് ക്ഷമിക്കാൻ. അത് പറയാൻ എളുപ്പമാണ്, പക്ഷേ ക്ഷമിക്കാനുള്ളൊരു ധൈര്യം കാണിക്കുക എന്നുള്ളത് അത് മനസ്സിൻ്റെ വലുപ്പമാണ്. നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം, പ്രാർത്ഥിക്കാം. അഞ്ചാമത്തേത് കൊതിയാണ്. കിട്ടുന്നതെല്ലാം, എന്ത് കിട്ടിയാലും ഭക്ഷണ പദാർത്ഥങ്ങളോട് അമിതമായ ആസക്തി, ഭയങ്കരമായ ആസക്തി. എനിക്കൊരു വ്യക്തി അറിയാം, അദ്ദേഹം നല്ല കുക്കാണ്, ഒത്തിരി ഭക്ഷണം ഉണ്ടാക്കും, അതിനുശേഷം അദ്ദേഹം നന്നായിട്ട് കഴിക്കും. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അതാണ് അദ്ദേഹത്തിൻ്റെ ക്രൈസ്. ഓരോന്നും ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, പിന്നെ അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. കാരണം ശരീരഭാരങ്ങളൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നു. ഈ അവസ്ഥ നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ആറാമത്തേത് അസൂയയാണ്. നമുക്കറിയാലോ, നമുക്ക് ദൈവം കഴിവ് വന്നിട്ടുണ്ട്, പിന്നെ എന്തിനാ അസൂയപ്പെടുന്നത്? അത് ആ കഴിവ് യുണീക്കാണ്. അതിനെ നമ്മളൊന്ന് വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് ജീവിക്കാനായിട്ട് ശ്രമിച്ചാൽ ജീവിതം തളർന്നു പോവുകയുള്ളൂ. പിന്നെ നമുക്ക് മടിയാണ്. അതായത് ഒരു ഉത്സാഹമില്ലാത്ത ഒരവസ്ഥ, യാന്ത്രികത, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, ചത്തതിനൊക്കെ മേൽ ജീവിച്ചിരിക്കുന്ന അവസ്ഥ. ഇത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ച് നമ്മുടെ മനസ്സിനെ ഒന്ന് ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നല്ലൊരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ, ഒന്ന് മനഃപൂർവ്വം കൊലപാതകം ചെയ്യുന്നത്. കൊലപാതകം നടത്തുന്നു, അങ്ങനെയുള്ള വ്യക്തികളുണ്ട്. എന്നാൽ നമുക്കറിയില്ല, സഹോദരനെ വെറുക്കുന്നതിന് പോലും കൊലപാതകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഓർക്കുക. വെറുപ്പിപ്പോഴും വെച്ചുകൊണ്ടിരിപ്പുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. 2, പ്രകൃതി വിരുദ്ധ മോഹപാപങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്. നമുക്കറിയാം, ചിലതൊക്കെ കാണുന്നു, കേൾക്കുന്നു, അതനുസരിച്ച് ചെയ്യുവാനായിട്ട് ജീവിത പങ്കാളി അല്ലെങ്കിൽ കൂടെയുള്ളവരെയൊക്കെ പ്രേരിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള പാപങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം, പൂർണ്ണമായിട്ട് മാറി നിൽക്കണം. 3, ദരിദ്രരെയും വിധവകളെയും പൈതങ്ങളെയും ഒക്കെ പീഡിപ്പിക്കരുത്. അവരുടെയൊക്കെ ഒരു കരുണയോടുകൂടെ പെരുമാറാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ദൈവത്തിന് നന്ദി പറയാം. 4, വേലക്കാർക്ക് വേണ്ട ആ കൂലി കൊടുക്കണം, അർഹതയുള്ള കൂലി നമ്മൾ കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടോ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നമ്മളിന്ന് ചിന്തിച്ച് തിരുസഭയുടെ കൽപ്പന അറിയാം, ദൈവകൽപ്പന അറിയാം, പിന്നെ ഈ പറഞ്ഞ 3 മേഖലയിലുള്ള പാവങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവയെല്ലാം ചിന്തിച്ചതിന് ശേഷം ദൈവസന്നിധിയിൽ നമ്മൾ ശാന്തമായിട്ടൊന്ന് ഇരിക്കുക. ശാന്തമായി ഇരുന്നിട്ട് പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുക. ദൈവമേ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി കേട്ടോ, അത് ഞാൻ അനുദപിക്കുകയാണ്. ഒരിക്കലും കുറ്റബോധത്തിലേക്ക് വരാൻ പാടില്ല, മറിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വരണം. ദൈവം എൻ്റെ പാപം ക്ഷമിക്കുമെന്ന ബോധ്യങ്ങളിലേക്കാണ് വരേണ്ടത്. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പം ഒരു പ്രതിജ്ഞ എടുക്കണം, മേലിൽ ഞാൻ പാപം ചെയ്യില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. എങ്കിലും ദൈവകരുണയിൽ ആശ്രയിച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചെയ്യുന്ന ചില പാപങ്ങളുണ്ടല്ലോ, അത് തിരഞ്ഞെടുത്ത് ഇനി ചെയ്യില്ല എന്നൊരു തീരുമാനം എടുക്കുക. കാരണം എന്താ? നമ്മൾ അങ്ങനെ സാക്രിഫൈസ് ചെയ്ത് അങ്ങനെയുള്ള പാപങ്ങൾ മാറ്റി ജീവിക്കാനായിട്ട് തുടങ്ങുമ്പം ഭയങ്കരമായ ഒരു ഡെലിവറൻസ് ജീവിതത്തിന് കിട്ടുകയാണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ വൈദികനെ അറിയിക്കുന്നത്. വൈദികൻ്റെ അടുക്കലേക്ക് പോയി അങ്ങനെ വന്നു കഴിയുമ്പം നമ്മൾ ഏത് ജീവിതാന്തസ്സിൽ ജീവിക്കുന്ന ആളാണ്, എത്ര വർഷമായി കുമ്പസാരിച്ചിട്ട്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വൈദികനോട് പറയണം. നമ്മുടെ ഹൃദയം തുറന്ന് പറയണം. പിന്നെ വൈദികൻ തരുന്ന ആ അഡ്വൈസ് നമ്മളത് കേൾക്കണം. കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞില്ലെങ്കിൽ തരുന്ന അഡ്വൈസിലൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. പ്രിയപ്പെട്ടവരെ, അത് കണ്ട് കൃത്യമായിട്ട് പറയാനായിട്ട് ശ്രമിക്കണം. പക്ഷെ ഒരു ഓർക്കുക, കുമ്പസാരക്കൂട് പരാതിക്കൂടല്ല, മറിച്ച് നമ്മുടെ കുറ്റങ്ങൾ മാത്രം, കുറവുകൾ മാത്രം, പാപങ്ങൾ മാത്രം പറയുന്ന ഒരു വേദിയാണ് എന്ന് നമ്മൾ ഓർക്കണം. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വൈദികൻ പ്രായശ്ചിത്തം നമുക്ക് നൽകി. അത് നമുക്ക് സന്തോഷത്തോടെ ചെയ്യുവാനായിട്ട് സാധിക്കണം. ഒരു സ്വർഗസ്നായ പിതാവേ, 3 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിക്കൊണ്ട് മാത്രം പ്രായശ്ചിത്തം അവസാനിപ്പിക്കരുത്. പ്രിയപ്പെട്ടവരെ, എക്സാമ്പിൾ, ഗർഭചിത്രം നടത്താനായിട്ട് കൂട്ടുനിന്നവരോ നടത്തിയവരോ ആണെങ്കിൽ ഗിൽറ്റ് ഫീലിംഗിലേക്ക് പോകരുത്. ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത്? ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല, തീരുമാനമെടുത്തു. ഇനി ഇതുപോലെ ജീവിതത്തിൽ സഹായം വേണ്ട കുഞ്ഞുമക്കൾ, പഠിക്കാൻ കഴിവില്ലാത്ത കുഞ്ഞുമക്കളൊക്കെ ചുറ്റുവട്ടം ധാരാളമുണ്ട്. ഒത്തിരി
വിദ്യാർത്ഥികളെ എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, അവരെയൊക്കെ ഒന്ന് സഹായിച്ച് അവരെ ഒന്ന് വളർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചാൽ ഭയങ്കര അനുഗ്രഹമാണ്. ഇതുപോലെ ഒരു പ്രായശ്ചിത്തം നമുക്ക് ചെയ്യുവാനായിട്ട് പറ്റില്ല. അവരുടെ സാന്നിധ്യം ഒരാളെ നഷ്ടപ്പെടുത്തി, പക്ഷേ മറ്റു പല ആൾക്കാരെ ഞാൻ രക്ഷപ്പെടുത്തും, ആ ഒരു ചിന്തയിലേക്ക് തിരിച്ചു വരുമ്പം അവിടെയാ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ വേലക്കാർക്ക് കൂലി കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇനി നമ്മളൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കെട്ടി സാമ്രാജ്യങ്ങളൊക്കെ പടുത്തുയർത്തി, നമുക്ക് വേണ്ടിയിട്ട് പകലന്തിയോളം പണിയെടുത്ത വ്യക്തികളുണ്ട്, കുടുംബങ്ങളുണ്ട്. അവർക്ക് ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിലുണ്ടല്ലോ, അവരെവിടെയാണെങ്കിലും നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. കാരണം എന്താ, മറ്റുള്ളവരുടെ കണ്ണുനീര് കൊണ്ട് നമ്മൾ പണിത് തീർത്ത ഒരു കാര്യവും പ്രിയപ്പെട്ടവരെ ഗതി പിടിക്കില്ല. പക്ഷേ നമ്മൾ അവരുടെ മനസ്സറിഞ്ഞ് അവരെ കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാണല്ലോ, 10 ഇരട്ടി 100 ഇരട്ടിയായിട്ട് ദൈവം നമ്മുടെ കയ്യിലിട്ട് തരും, അത് ഉറപ്പാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ഒരു അവസ്ഥ, ഇങ്ങനെയുള്ള ഒരു പ്രായശ്ചിത്തമാണ് നമുക്ക് വേണ്ടത്. സ്നേഹമുള്ളവരെ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയിലും കുമ്പസാരം എന്ന് പറയുന്ന കൂദാശയെക്കുറിച്ച്, എന്തുകൊണ്ടാണ് പല ആൾക്കാരും കുമ്പസാരിക്കാതിരിക്കുന്നത്, അതിൻ്റെ കാരണത്തെക്കുറിച്ച്, ഇനി കുമ്പസാരിക്കുമ്പോൾ ഏത് കാര്യങ്ങളൊക്കെ ഏറ്റുപറഞ്ഞാണ് നമ്മൾ കുമ്പസാരിക്കേണ്ടത്, അതിനെക്കുറിച്ചാണെന്ന് ലളിതമായ രീതിയിൽ പറയുവാനായിട്ട് ഞാൻ ശ്രമിച്ചത്. തീർച്ചയായിട്ടും എനിക്കറിയാം, എന്നെ കേൾക്കുന്ന പല വ്യക്തികളും കുടുംബങ്ങളുമുണ്ട്. അവരൊക്കെ കുമ്പസാരിക്കുന്നവരാണ്. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാത്ത വ്യക്തികൾ ഈ നിങ്ങളുടെ ഇടയിലേക്ക് ഒരു പക്ഷേ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാമെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ച് ഇന്ന് തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങണം. അതിനുശേഷം അവരോട് പറയണം, ഒന്ന് കുമ്പസാരിക്കാനായിട്ട് പോകാൻ പറ്റുമോ? കുടുംബത്തിൽ തന്നെയാണെങ്കിലുണ്ട് പ്രിയപ്പെട്ടവരെ, ചിലർ പറയും, അച്ചോ എൻ്റെ ജീവിത പങ്കാളി കുമ്പസാരിച്ചിട്ട് ഇത്ര വർഷമായി, മക്കൾ കുമ്പസാരിച്ചിട്ട് ഇത്ര വർഷമായി, ഭയങ്കര പെയിനാ അവരുടെ ആത്മാവിനെക്കുറിച്ച്, അവരുടെ നിത്യജീവിതത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി നമ്മൾ കുമ്പസാരിക്കാനായിട്ട് അവരെ പ്രബുദ്ധരാക്കണം. സാധിക്കുമെങ്കിൽ നമുക്ക് ഈ ഒരു ടോക്ക്, എനിക്ക് തോന്നുന്നു, നമ്മുടെയൊക്കെ ജീവിതങ്ങളെ കുറച്ചും കൂടെ കണ്ടെത്താനായിട്ട്, എങ്ങനെ നല്ലൊരു കുമ്പസാരത്തിന് ഒരുങ്ങാം, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് ഉപകരിക്കുമെന്ന്. അങ്ങനെ ഉപകരിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് യൂട്യൂബിലൊക്കെ ഈ ടോക്ക് വരും, TV-യിലുണ്ട്, യൂട്യൂബിലുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പം അവർക്കിതൊന്ന് നിങ്ങൾ അയച്ചു കൊടുക്കണം. ഒരു പക്ഷേ ഒരു ജീവിതം രക്ഷപ്പെടുമ്പം, ഒരു കുടുംബം രക്ഷപ്പെടുമ്പം, ഒരു വ്യക്തി സന്തോഷത്തോടെ ജീവിക്കുന്ന കാണുമ്പം നമ്മുടെയൊക്കെ ഭയങ്കര ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മീയ നിർവൃതി അനുഭവിക്കാനായിട്ട് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളെക്കുറിച്ച് കാണുവാനായിട്ട് സാധിച്ചു, നന്ദി പറയുന്നു. ഈ വലിയ ആഴ്ചകളിൽ, അല്ലെങ്കിൽ ഈ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ ജീവിതത്തെക്കുറിച്ചൊന്ന് അവലോകനം ചെയ്ത് നല്ലൊരു കുമ്പസാരം നടത്തുവാൻ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.